സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ കാഴ്ചകളാണ്. ശിവാലയ കമ്പനിയുടെ റീച്ചിലെ കൊട്ടിയം, ചാത്തന്നൂർ, പാരിപ്പള്ളി വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അതിരാവിലെ ഏകദേശം 7 മണി ആകുന്നതിന് മുമ്പാണ് എടുത്തിട്ടുള്ളത്. അതിരാവിലെ പുലർച്ചെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ചെറുതായിട്ട് ക്ലിയർ കമ്മിയുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ ഈ ഒരു ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുമ്പോൾ, ആ ആറ്റിങ്ങൽ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. നല്ല കോടമഞ്ഞുണ്ട്, അതേപോലെ സൂര്യൻ്റെ ദിശ അവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കൊട്ടിയം ഭാഗത്തു നിന്ന് തിരിച്ച് അങ്ങോട്ട് ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊട്ടിയം അങ്ങാടിയിൽ മണ്ണുട്ടിയർത്തുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊട്ടിയത്ത് ഒരു മേൽപ്പാലം വരുന്നുണ്ട്. മേൽപ്പാലത്തിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള 3 വരിയുടെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ, അതായത് ഗഡർ വെച്ചു, അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആറി പാനൽ വെച്ചിട്ടാണ് ഇവിടെ മണ്ണുട്ടിയർത്തുന്നത്. ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലെ ഈ വിശ്വസമുദ്രയുടെ റീച്ചിലൊക്കെ ആറി ബ്രിക്ക്, ചെറിയ കട്ടകൾ വെച്ചിട്ടാണ് മണ്ണിട്ടുയർത്തുന്നത്. പക്ഷേ ഇവിടെ ശിവാലയ ആറി വാൾ വെച്ചിട്ടാണ് മണ്ണിട്ടുയർത്തുന്നത്. ആറി വാൾ വെച്ച് മണ്ണിട്ടുയർത്തുമ്പോൾ കുറച്ച് കാലതാമസം ഉണ്ടാകും. ആറി ബ്രിക്ക് ആകുമ്പോൾ ഒരു 4-5 പണിക്കാർ ഒരു സൈറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണികൾ തീർക്കാം. മണ്ണ് ലെവലാക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ മണ്ണ് ലെവലാക്കുന്നതനുസരിച്ച് ആറി ബ്രിക്ക് വെക്കുന്ന പണികൾ എളുപ്പത്തിൽ തീർക്കാൻ പറ്റും. പിന്നെ കൊല്ലത്തുള്ള സുഹൃത്തുക്കൾ, നിങ്ങളെ നാട്ടിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേജുകളുണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ട് ഈ മലപ്പുറത്തു നിന്നൊക്കെ വന്ന് വീഡിയോ എടുത്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് യൂട്യൂബ് എന്തെങ്കിലും തരും. അതിനാണ് നമ്മൾ ഇങ്ങനെ വന്നുകാണ്ട് ഇപ്പോൾ അതിരാവിലെ ഈ പുലർച്ചയൊക്കെ വന്നുകാണ്ട് വീഡിയോ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകളാകുമ്പോൾ നിങ്ങളിത് ഫേസ്ബുക്കിൽ എടുത്ത് റീ അപ്ലോഡ് ചെയ്താൽ, അതായത് ഇത് ഡൗൺലോഡ് ആക്കിക്കാണ്ട് റീ അപ്ലോഡ് ചെയ്തുകയെന്നുണ്ടെങ്കിൽ നമ്മളെ വ്യൂസ് കുറയും ചെയ്യും. നമുക്ക് ആകെ ഒരു 2000-2500 ആൾക്കാർ കണ്ടാലാണ് 1 ലിറ്റർ പെട്രോളിനുള്ള പൈസ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യുന്നത് ഓക്കെ, ഫുൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ, അതൊക്കെ നമുക്കൊരു PR ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു വ്യൂസ് കൂടുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ഇത് ഫുള്ള് ഡൗൺലോഡ് ആക്കിക്കാണ്ട് റീപോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള വ്യൂസും കൂടി പോകും. പിന്നെ കൈ നനയാതെ മീൻ പിടിക്കുന്ന നിങ്ങളാ പരിപാടി നമ്മൾ വീഡിയോക്ക് വേണം. ഞാൻ എല്ലാ വീഡിയോയിലും ആദ്യമൊക്കെ എഴുതി വിട്ടിനു റീപോസ്റ്റ് ചെയ്യരുത് പറഞ്ഞിട്ട്. പിന്നെ ചില ആൾക്കാർ വരെ നിങ്ങൾക്ക് ക്രെഡിറ്റ് വെക്കുന്നില്ല. ക്രെഡിറ്റ് വെച്ചാലും നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്തുകാണ്ട് റീപോസ്റ്റ്, അതായത് ഡൗൺലോഡ് ആക്കിക്കാണ്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ, ലിങ്ക് ഷെയർ ചെയ്യണത് പോലെയല്ല വീഡിയോ എടുത്തുകാണ്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ചെയ്താൽ പെട്രോൾ പമ്പിലേക്ക് പോകുമ്പോൾ ഈ കൊല്ലത്തുള്ള പേജിൻ്റെ ആൾക്കാരിൻ്റെ വീഡിയോ ചെയ്തിനി ബാക്കി പെട്രോൾ അടിച്ചതിൻ്റെ പൈസ ഓലേക്കൊന്ന് വാങ്ങിക്കോളി നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ വീഡിയോ യൂട്യൂബിൽ നിന്ന് കണ്ടാൽ നമുക്ക് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ അത് പോട്ടെ. കൊട്ടിയത്ത് ദേശീയപാതയുടെ പണികൾ അത്ര വേഗത്തിലല്ല. ഏതായാലും മേൽപ്പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് കൊട്ടിയം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഏറ്റക്കുറച്ചിൽ തുടങ്ങിയിട്ടോ, അതായത് ഭൂപ്രകൃതിയിൽ നല്ല മാറ്റമുണ്ട്. കൊല്ലം ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം ഉമേനല്ലൂർ ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഉമേനല്ലൂർ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫുള്ള് പണികൾ കഴിഞ്ഞതാട്ടോ. അതായത് അപ്രോച്ച് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, BC ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചതാണ്. ഏതായാലും ഉമേനല്ലൂർ ഭാഗത്തൊക്കെ ഫുൾ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പണി കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്കിപ്പ് ചെയ്തത്. പിന്നെ ഈ ഒരു പുലർച്ചെ വീഡിയോ എടുക്കുമ്പോൾ ഒന്നാമത് ചെറിയൊരു ഉറക്കക്ഷീണുണ്ട്. പിന്നെ അങ്ങനെ ഏതായാലും കുറേ അങ്ങനെ ആയിട്ട് കുറച്ച് ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഏതായാലും പണി നടക്കുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പണി നടന്നിട്ടുണ്ട്. പണി കഴിഞ്ഞ ഭാഗം ഒരുപാട് കാലം മുമ്പ് പണി കഴിഞ്ഞ ഭാഗമൊക്കെ അതേപോലെ തന്നെയുണ്ട്. ലൈറ്റ് വെക്കുന്ന പണികളൊന്നും തുടങ്ങിയിട്ടില്ല. കൊല്ലം ബൈപ്പാസ് അവസാനിക്കുന്ന മേവരം വരെ ഉള്ളതുപോലത്തെ ഒരു ഭൂപ്രകൃതി അല്ല ഇനി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഏറ്റക്കുറച്ചിൽ, അതായത് ഇറക്കക്കുത്തനുള്ള ഭൂമിയിലൂടെയാണ് ദേശീയപാത നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് മണ്ണ് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്, ഒരുപാട് സ്ഥലത്ത് ഫില്ല് ചെയ്ത് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഒരു പാലം ഉണ്ടല്ലോ, അവിടെ ഒരു പാസ്സാണ് വരുന്നത്. ഒരു കുന്നുമ്മന്ന് ഇറങ്ങിക്കാണ്ട് അടുത്ത കുന്നുമ്മക്ക് ഇറങ്ങും. അതിൻ്റെ അടിയിലാണ് ആ ഒരു പാസ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇത്തിക്കര പുഴ. ഇത്തിക്കര പുഴയിൽ പൂർണ്ണമായിട്ടും പുതിയ 6 വരിയിലൂടെയാണ് പുതിയ പാത കടന്നു പോകുന്നത്. അതായത് നിലവിലുള്ള പാലം അതേപോലെ അവിടെ തന്നെ ഉണ്ടാകും. നിലവിലുള്ള പാലത്തിൻ്റെ വലതുവശം ചേർന്നിട്ട് പുതിയ റിയലൈൻമെൻറ്റ് 6 വരിപ്പാതയാണ് കടന്നു വരുന്നത്. ഇവിടുന്ന് നിലവിലുള്ള പാതയിൽ നിന്ന് വലത്തോട്ട് മാറിയിട്ട് കുറച്ചങ്ങോട്ട് വലത്തോട്ട് മാറും, കുറച്ചവിടുന്ന് ഇടത്തോട്ട് മാറും. അപ്പോൾ ഈ ഒരു ഇറക്കക്കുത്തനുള്ള ഭാഗത്ത് റോഡ് നിർമ്മിക്കൽ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇറക്കക്കുത്തന, അതായത് ഇറക്കം കയറ്റം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ 2ാമത്തെ റീച്ചിൽ മേഘയുടെ റീച്ചിലാണ്. അവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഭാഗത്തെ വെച്ച് നോക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരും മോശമല്ല കേട്ടോ. ശിവാലയ കമ്പനി, ഈ ഒരു കമ്പനി തൃശ്ശൂർ ജില്ലയിലാണ് കുറച്ച് പണി ബാക്കുകളുള്ളൂ. ബാക്ക് കാരണമായാലും മണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചടക്കും. ഏതായാലും അസംസ്കൃത വസ്തുക്കൾ കിട്ടാത്തൊരു പ്രശ്നമാണ്. ശിവാലയ കമ്പനി അത്യാവശ്യം നല്ല ഫീഡ്ബാക്കുള്ളൊരു കമ്പനിയാണ്. ഹരിയാന ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. ഇത് കമ്പനീൻ്റെ പ്രൊമോഷനല്ല, പണി നടത്തുന്ന കമ്പനിയെ കുറിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. ഇതിപ്പോൾ ആ ഒരു കമ്പനീൻ്റെ ആൾക്കാരൊന്നും നമുക്ക് പൈസ തന്നിട്ടൊന്നുമല്ല കമ്പനീൻ്റെ പേര് ഇങ്ങനെ പറയുന്നത്. നമ്മളെ ഇഷ്ടത്തിന് വീഡിയോ ചെയ്യുന്നു, യൂട്യൂബ് എന്തെങ്കിലും നമുക്ക് തരുന്നു, ചില ആൾക്കാർ സൂപ്പർ ചാറ്റിലൂടെ എന്തെങ്കിലും നമുക്ക് തരുന്നു, അത് മാത്രം. അല്ലാതെ വേറെ ആരെയൊക്കെ ഒന്ന് പൈസ വാങ്ങിയിട്ടോ വേറെ ആരെങ്കിലും PR അങ്ങനെ ഒന്നല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ റിസ്ക് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡൗൺലോഡ് ആക്കിക്കാണ്ട് പോസ്റ്റ് ചെയ്ത്. നമ്മളെ വട്ടപ്പാറിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിലെ കാഴ്ചകളല്ലേ, ഞങ്ങളെ നാട്ടിൽ നടക്കുന്നൊരു സംഭവം ഞങ്ങളെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. പെരിയിൽ കസാലയിൽ കാലും കയറ്റിക്കാണ്ട് ഇങ്ങനെ മറ്റൊരാൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഡൗൺലോഡ് ആക്കിയാണ്ട് ഫേസ്ബുക്കിൽ ഇടുമ്പോൾ ഓർക്കുക, ഇതൊക്കെ എടുക്കാൻ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഏതായാലും നാഷണൽ സൈബർ പോർട്ടൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഒരു ഇതുണ്ട്. അതിൽ നമുക്കിങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാം, ആരൊക്കെ നമ്മളെ വീഡിയോ എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നു, കട്ടെടുക്കുന്നു, മോഷ്ടിക്കുന്നതിൻ്റെ ആ ഒരു സമയമായിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് നമുക്ക് അതിനെ പറ്റി മനസ്സിലായത്. നാഷണൽ സൈബർ പോർട്ടൽ ഇനി ആർക്കുമാണ്, ചെറിയ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം എന്ത് വേണമെങ്കിലും അതിൽ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചാത്തന്നൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ചാത്തന്നൂർ ഭാഗത്തൊക്കെ ദേശീയപാതയുടെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത്. നടക്കുക പറഞ്ഞാൽ ഇപ്പം നടക്കണില്ല കേട്ടോ. ഒരുപാട് കാലം മുമ്പ് 6 വരിയുടെ കോലമാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് മണ്ണിട്ട് നിർത്തിയിട്ടാണ് ഈ ഒരു കൊല്ലം ജില്ലയിൽ ഈ ഭാഗത്തു കൂടെ ദേശീയപാത കടന്നു പോകുന്നത്. 6 വരിയുടെ പണികൾ, സർവീസ് റോഡിൻ്റെ പണികൾ, ക്രാഷ് ബാരിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈറ്റ് വെക്കുന്ന പണികൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ മലപ്പുറം ജില്ലയിലെ കോഹിനൂർ ഭാഗത്ത്, അതായത് മലയാളത്തിൻ്റെ മഹാനടൻ ജഗതി ശ്രീകുമാറിന് ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള സ്ഥലത്ത് ക്യാമറ വെക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട്. അത് സ്പീഡ് ക്യാമറ അല്ല കേട്ടോ. ഞാൻ ഒരു ക്യാമറ കണ്ടുകൊണ്ട് ആരും പെട്ടെന്ന് ബ്രേക്ക് പിടിക്കേണ്ട. അത് സ്പീഡ് ക്യാമറയല്ല, അത് നിരീക്ഷണ ക്യാമറയാണ്. PTZ എന്തിന് പാൻ ടിൽറ്റഡ് സൂം എന്ന് പറയുന്ന ക്യാമറയാണ് വെച്ചിട്ടുള്ളത്. അത് കണ്ടുകൊണ്ട് ആരും ചവിട്ടാൻ നിൽക്കണ്ട. സ്പീഡ് ക്യാമറ വെക്കൽ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ RTO വകുപ്പാണ്. അത് ഈ ഒരു കമ്പനിക്ക് വെക്കാനുള്ള അവകാശമില്ല. കമ്പനി അത് വെക്കൂലേനും. അത് നിരീക്ഷണ ക്യാമറയാണ്. ഓരോ കിലോമീറ്റർ ഇടവിട്ടിട്ട് ക്യാമറ വെക്കും. അപ്പോൾ അത് കണ്ടുകാണ്ട് ഞാൻ ഒരു സ്പീഡ് വന്നുകൊണ്ട് ചവിട്ടാൻ നിൽക്കരുത്. ചവിട്ടുമ്പോൾ ബാക്കിലുള്ള വണ്ടി അടിച്ച് കയറി പോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. ഏതായാലും നമ്മൾ 2-3 RTO ഓഫീസർമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ദേശീയപാതയിൽ എങ്ങനെ വാഹനം ഓടിക്കണം, മിറർ എങ്ങനെ യൂസ് ചെയ്യണം, ഇൻഡിക്കേറ്റർ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ അതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്പിന്നിംഗ് വീലിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. സ്പിന്നിംഗ് വീലിൻ്റെ ആ ഭാഗത്തൊക്കെ ഒരുപാട് കാലം മുമ്പ് പണികൾ കഴിഞ്ഞതാണ്. 6 വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രാഷ് ബാരിയറിന് നമ്മളെ ചില സ്ഥലത്തൊക്കെ അപേക്ഷിച്ചിട്ട് ഉയരം കമ്മിയാണ് ഈ ഭാഗത്ത് കേട്ടോ. പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്ത് എത്തുമ്പോൾ ക്രാഷ് ബാരിയറിന് ഹൈറ്റ് കമ്മിയുണ്ട്. അതായത് സൈഡിലുള്ള ക്രാഷ് ബാരിയറും ഇതിലൂടെ മെയിൻ ഹൈവേയിലൂടെ പോകുമ്പോൾ അപ്പുറത്തേക്ക് കൂടെ പോകുന്ന സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്രാഷ് ബാരിയറിന് ഹൈറ്റ് കമ്മിയാകുമ്പോൾ ആ ഒരു പ്രത്യേകത ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ, സർവീസ് റോഡിലൂടെ ആരെങ്കിലും എതിർദിശയിൽ വരുമ്പോൾ ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ഡിം ചെയ്യാതെ ബ്രൈറ്റ് അടിച്ച് വരാമെന്നുണ്ടെങ്കിൽ ഈ ഇതിലൂടെ മെയിൻ ഹൈവേയിലൂടെ പോകുന്ന ആൾക്കാരെ കണ്ണിലേക്ക് അടിക്കാനുള്ളൊരിതുണ്ട്. അപ്പോൾ അത് അടിക്കുമ്പോൾ ആക്സിഡൻറ്റ് കൂടാനും ചാൻസ് ഉണ്ട്. ഏതായാലും ഒരു ഗുണത്തിന് ഒരു ദോഷമുണ്ട്. അതിപ്പോൾ എല്ലാതും പൂർണ്ണമായിട്ട് 100% ക്ലിയർ ആയിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ക്രാഷ് ബാരിയർ ഹൈറ്റ് കമ്മിയാകുമ്പോൾ എതിർവശത്തേക്ക് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മെർജിങ് പോയിന്റ് കേട്ടോ. അത് ഈ പണി കഴിഞ്ഞ ഭാഗമാകുമ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ആകും. ഇതിനെന്തോ ഒരു പേരുണ്ട്, സ്ലൈഡ് എക്സിറ്റോ. എന്നോട് പേര് പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി. ഈ വോയിസ് ഓവർ എടുത്തപ്പോൾ ഞാൻ മറന്നുപോയി. സ്ലൈഡ് എക്സിറ്റോ അങ്ങനെ എന്തോ ഒരു പേര്. ഏതായാലും ചിലപ്പം ഇത് ഒന്നെങ്കിൽ നല്ല രീതിക്ക് പോകാൻ പറ്റും. പക്ഷേ ഐഡിയ ഇല്ലാത്തൊരാൾ ഇതിലൂടെ എക്സിറ്റ് ആകുമ്പോഴും എൻട്രി ആകുമ്പോൾ സർവീസ് റോഡിലൂടെ പോകുമ്പോഴൊക്കെ ആക്സിഡൻറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ദേശീയപാത തുറന്നു കൊടുത്തേക്കണെന്ന് വെച്ചിട്ട് നമുക്ക് അഹങ്കരിച്ച് കണ്ട് ഞങ്ങൾക്ക് 6 വരി ഉണ്ട് പറഞ്ഞിട്ട് തോന്നിയ പോലെ പോകാൻ പറ്റില്ല. ഒരുപാട് സ്ഥലത്ത് നോക്കി കണ്ടുകൊണ്ടൊക്കെ വാഹനം ഓടിക്കണം. ഏതായാലും ഈ ഒരു ശിവാലയുടെ റീച്ചിൽ മാത്രമാണ് മെർജിങ് പോയിൻ്റ് ഈ ഒരു തരത്തിൽ കൊടുത്തിട്ടുള്ളൂ. 45 മീറ്ററിൽ മെർജിങ് പോയിൻ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ മാഹി ഭാഗത്ത് പാലങ്ങൾക്കിടയിലാണ്, അതായത് പാലത്തിൻ്റെ ആ ഭാഗത്താണ് ഒരുപാട് മെർജിങ് പോയിന്റുകൾ ഉള്ളത്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ സുഹൃത്തുക്കളെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരുപാട് ആൾക്കാർ ഈ ഒരു ദേശീയപാതയുടെ പണി തുടങ്ങിയപ്പോൾ ഒരുപാട് മരം കട്ട് ചെയ്യുന്നു. വികസനത്തിൻ്റെ പേരിൽ ഒരുപാട് മരങ്ങൾ മുറിച്ചു മാറ്റുന്നു. നമ്മുടെ ദേശീയപാത അതോറിറ്റിക്ക് ഒരു പോളിസി ഉണ്ട്. അതായത് ഒരു മരം മുറിച്ചു മാറ്റുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകരമായിട്ട് 3 മരങ്ങൾ നടണം. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് മരങ്ങൾ നടുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ബേഡ്സ് പാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ദേശീയപാതയിൽ 45 മീറ്ററിൽ സ്ഥലം ഏറ്റെടുത്തത് കൊണ്ട് നമുക്ക് മീഡിയകളിൽ ഈ ഒരു മരം വെച്ച് പിടിപ്പിക്കാനുള്ളൊരു സൗകര്യമില്ല, സൈഡിലും വെച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കേരളത്തിലെ ഈ ഒരു 45 മീറ്ററിൽ മരം വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്നതല്ല. ഏതായാലും പുതുതായി വരുന്ന ഗ്രീൻഫീൽഡ് ഹൈവേകൾ, ഇപ്പോൾ കേരളത്തിലെ ഈ മരങ്ങൾ കട്ട് ചെയ്തതിന് അപ്പുറത്ത് ഇഷ്ടം പോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഒരു മരം കട്ട് ചെയ്തതിന് 10 മരങ്ങൾ വരെ, അതിന് പകരമായിട്ട് 10 മരങ്ങൾ വരെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പല ഗ്രീൻഫീൽഡ് ഹൈവേകളിലും ഒരുപാട് മരങ്ങളുണ്ട്, ഒരുപാട് പാർക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 45 മീറ്ററിലായതുകൊണ്ട് മാത്രമാണ് മരങ്ങളില്ലാത്തത്. അതുകൊണ്ടാണ് ഈ ഒരു മീഡിയകൾ ഇത്തരത്തിലുള്ള ക്രാഷ് ബാരിയർ വന്നത്. അതുകൊണ്ട് സൈൻ ബോർഡ് വെക്കുന്നതിലും ക്യാമറ വെക്കുന്നതിലും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, സൈൻ ബോർഡും ഇതൊക്കെ അവർ വെച്ച് പോകും. എതിരെ വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് നമ്മുടെ ഡ്രൈവർമാരുടെ കണ്ണിലേക്ക് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒരുപാട് സ്ഥലത്ത് പണി കഴിഞ്ഞ ഭാഗത്തു കൂടെ സഞ്ചരിച്ചപ്പോൾ, ഞാൻ ബൈക്കിൽ സഞ്ചരിച്ചപ്പോൾ തന്നെ ഒരുപാട് വാഹനങ്ങളുടെ ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. അതിന് കാറിലിരിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഉയരം കൂടിയ വാഹനങ്ങൾക്കൊക്കെ ആ ഒരു ലൈറ്റ് അടിക്കുമെന്ന് തോന്നുന്നു.
നിങ്ങൾ കാസർഗോഡ് അതേപോലെ മലപ്പുറം കോഴിക്കോട് ബൈപ്പാസിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു ക്രാഷ് ബാരിയർ അങ്ങനെ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ഏതായാലും പല സ്ഥലത്തും പല ഉയരത്തിലാണ് ക്രാഷ് ബാരിയർ വരുന്നത്. ചില സ്ഥലത്ത് നല്ല ഉയരമുണ്ട്, ചില സ്ഥലത്ത് ഉയരം കമ്മിയാണ്. ലൈൻ കീപ്പ് ചെയ്യാത്തതിനും തെറ്റിക്കുന്നതിനും ഫൈൻ വരുന്നത് പോലെ ഈ ഒരു ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് അടിക്കുന്നത്, അതായത് കണ്ണിക്ക് ഇങ്ങനെ അടിക്കണതിന് ഫൈൻ അടിക്കാനുള്ളൊരു സംവിധാനം വരണം. എന്നാലേ കുറേ ആൾക്കാരെ ജീവിതം തിരിച്ചു കിട്ടുള്ളൂ. കാരണം ഈ ലൈറ്റ് ഇങ്ങോട്ട് അടിച്ചിട്ട് എതിരെ എന്താണ് ലോറിയാണ് വരുന്നത്, കാറാണ് വരുന്നത്, ബസ്സാണ് വരുന്നത് പോലും അറിയില്ല. നമ്മളവിടെ നിർത്തിയിട്ട് ചെയ്ത് നമ്മളെ മേത്ത് കൂടെ അടിച്ച് കയറി പോകും ചെയ്യും. അമ്മാതിരി എൻ്റെ വാപ്പാൻ്റെ റോഡാണെന്നാണ് ചില ആൾക്കാരെ വിചാരം. ലൈറ്റ് ആണ്ട് അടിച്ചാൽ ആണ്ട് അടിച്ചാൽ തന്നെ. എതിരെ വരുന്ന വാഹനത്തിൽ ഡ്രൈവർ കണ്ണ് കാണാത്തോണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. കാരണം കണ്ണുകൊണ്ട് അടിച്ച് കയറിയിട്ട് ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അവിടെ നിർത്തിയിട്ടിട്ട് അങ്ങനെ പാസ് അടിക്കുന്നുണ്ടാവും, ഡിമ്മടിച്ച് തരികയാറുണ്ട്. എന്നാലും എൻ്റെ തറവാട് വക സ്വത്താണെന്ന് ചില ആൾക്കാർ വിചാരം. എന്താ അടിച്ചാൽ ചിലപ്പോൾ മൊബൈലിലൊക്കെ അയക്കാറ് ഒരു ശ്രദ്ധ ഇല്ലാതെ ഇങ്ങനെ പോകും. ഇതെല്ലാവരുടെ കാര്യമല്ല കേട്ടോ. 100ൽ ഒരു 5% ആൾക്കാർ മാത്രമാണ് ഇങ്ങനെ പോകുന്നുള്ളൂ. മറ്റുള്ള ആൾക്കാരൊക്കെ മാന്യമായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. ചില ആൾക്കാർ അന്തം കുന്തമില്ലാതെ അങ്ങനെ പോകും. അതൊക്കെ അവിടെ കിടക്കട്ടെ. നമ്മൾ പാരിപ്പള്ളി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പാരിപ്പള്ളിയിലാണ് കൊല്ലം ജില്ലയിലെ 2ാമത്തെ ടോൾ ഗേറ്റ് വരുന്നത്. ഈ ഭാഗത്ത് എങ്ങനെയാ വെച്ചാൽ കാസർഗോഡ് ജില്ലയിലുള്ളത് പോലത്തെ കണ്ണൂർ ജില്ലയിലുള്ളത് പോലത്തെ ടോൾ ഗേറ്റാണ്. ഒരു സൈഡിൽ 5ഉം ഒരു സൈഡിൽ 5ഉം. അങ്ങനെയാണ് ഇവിടെ ടോൾ ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. ഓച്ചിറ ഭാഗത്താണ് കൊല്ലം ജില്ലയിലെ 2ാമത്തെ ടോൾ ഗേറ്റ് വരുന്നത്. പാരിപ്പള്ളി ഭാഗത്തും ഓച്ചിറ ഭാഗത്താണ് കൊല്ലം ജില്ലയിൽ ടോൾ ഗേറ്റ് വരുന്നത്. ഏതായാലും ഇവിടെ ടോൾ ഗേറ്റിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ PQC റോഡിൻ്റെ പണികളൊന്നും നടന്നിട്ടില്ല. ഇവിടെ PQC ചെയ്യുന്നില്ലേ? പണിൻ്റെ ലക്ഷണം കണ്ടിട്ട് PQC ചെയ്യാത്ത പോലെ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഓച്ചിറ ഭാഗത്ത് PQC ആണ്. ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് സാധാരണ PQC ആണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ DLC ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ PQC തന്നെ ആയിരിക്കും, DLC ആണ് ഇട്ടിട്ടുള്ളത്. ഏതായാലും ടോൾ ഗേറ്റിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇങ്ങനത്തെ പണികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊല്ലം ജില്ലയിലാണ് പിന്നെ നല്ല വേഗത്തിൽ ദേശീയപാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് പണികൾ കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടിയം, ഉമേനല്ലൂർ ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചാത്തന്നൂർ ഭാഗത്ത് ഇതേപോലെ ദേശീയപാതയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ ഭാഗമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിന് വിഷമം തട്ടുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. എൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിക്കാന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. പിന്നെ ആ പറഞ്ഞതുകൊണ്ട് വീഡിയോ ആരും ഷെയർ ചെയ്യാതെ കണ്ട. ഇഷ്ടപ്പെട്ടിക്കാന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേണ്ടി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ജയ് ഹിന്ദ്.